പരിക്ക് ഒരാൾക്ക് വന്നിട്ട് കൊമ്പ് വയറ്റിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് ഈ കാലിന്റെ ഒരു ഭാഗം അങ്ങനെ ഡാമേജ് ആയിട്ടുണ്ട്. ഇനിയൊരാൾക്ക് വന്നിട്ട് ഏകദേശം നെഞ്ഞിലേക്കാണ് ചവിട്ട് കിട്ടിയിട്ടുള്ളത്. ഇവര് രാവിലെ ആരോ പാല് വാങ്ങാൻ എങ്ങാണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോഴാണ് അവിടെ മരിച്ചു കിടക്കുന്നത് ഇവർ അറിഞ്ഞത്. ഒരാൾ ഇവിടെ കിടന്നേ, ഒരാളവിടെ, ഒരാൾ ഇവിടുന്നാണ്. മൂപ്പര് ചെരുപ്പും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്നാണ് മൂപ്പര് മരിച്ച ആന കുത്തിയെന്ന് പറഞ്ഞത്. നമ്മളെ ഭരിക്കണവരും നീതിപീഠങ്ങളും നമുക്ക് ഒന്നും തരുന്നില്ല. വോട്ടിട്ട് കൊടുക്കാനുള്ള അവകാശം മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. ബാക്കിയുള്ള സ്വാതന്ത്ര്യം മൊത്തം മൃഗങ്ങൾക്കാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇതിന് നല്ലത് ഇപ്പൊ ഞാൻ നോക്കുമ്പോ ബ്രിട്ടീഷുകാരനെ ഭരിച്ചാൽ മതിയായിരുന്നു നമ്മളെ നാടെന്നാ തോന്നുന്നത്. എന്നാ ഇങ്ങനെ ചാവൂലല്ലോ. അത്രയും മോശമായിട്ടാണ് ഇപ്പൊ നമ്മൾ പോണത്. ആൾക്കാർക്ക് ഇപ്പൊ 7 മണി കഴിഞ്ഞാൽ ടൗണിൽ പോയിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചിലപ്പോൾ കുട്ടികൾക്ക് പാലുണ്ടാവില്ല, സ്കൂളുകൾ കുറുക്ക കൊടുക്കാൻ വേറെ സാധനം ഉണ്ടാവില്ല, വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരെ ഡൗട്ടാണ്. കരടി എല്ലാ വന്യമൃഗങ്ങളും ഇവിടെ ഉണ്ട് സാർ. ഒരു വണ്ടി വിളിച്ചാൽ പോലും വരില്ല. വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു. എന്നും സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയാണ്. അവർ പ്രതീക്ഷിതമായി കാട്ടാനെ വരികയും അവർ രണ്ടുപേരെയും ആക്രമിച്ച് അവിടെ തന്നെ രണ്ടുപേരും മരണപ്പെടുകയും ചെയ്തു. ചേച്ചിയാണ് അത്. ഞങ്ങൾ ഇവിടെ വരുമ്പോ അവളിങ്ങനെ പറയുന്നുണ്ട്, വൈകുന്നേരം ഒന്നും വരരുത്, ആന എപ്പോഴും ഉണ്ടാവും. കാട്ടിനകത്ത് ഈ ആനയ്ക്ക് കഴിക്കാനുള്ള കിട്ടുന്നില്ല, ഒന്നും സാധനമില്ല. അപ്പൊ ഈ ആന എന്താക്കുന്ന വെച്ചാൽ ഈ കൃഷിഭൂമിയിലേക്ക് വന്നിട്ട് ഈ കൃഷിയൊക്കെ നശിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാർ കൊടുത്ത പട്ടയാണ്. ആ കാലത്ത് തന്നെ ഇവിടെ പട്ടയുണ്ട്, ഇവിടെ ജനങ്ങൾ ജീവിച്ചിട്ടുണ്ട്, കൃഷി നടത്തിയിട്ടുണ്ട്, ഇവിടെ എല്ലാ കാര്യങ്ങളും വീട് വെച്ചിട്ടുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഈ NGOസിന്റെ കടന്നുകയറ്റവും അതല്ലാതെ ഈ ഫോറസ്റ്റ് വൽക്കരണമൊക്കെ കൂടി ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇന്നിവിടെ ജീവിക്കുന്ന ജനങ്ങളെ ഇത്രത്തോളം ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക്. എന്താ വെച്ചാല് മൃഗത്തിന് കൊടുക്കണ ഒരു പ്രാധാന്യം പോലും മനുഷ്യന് തരുന്നില്ല. അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ കുട്ടികളൊക്കെ രാത്രി കടന്നുറങ്ങുമ്പോ ഇവർക്ക് എന്താ ഇനി നമ്മൾ ഫ്യൂച്ചർ കൊടുക്കി, നമ്മളെ മരണശേഷം കുട്ടികൾക്ക് ആനേന്റെ അടുത്തുനിന്ന് പുലിന്റെ അടുത്തുനിന്ന് എങ്ങനെ സംരക്ഷണം കൊടുക്കാന്ന് അറിയില്ല. ഈ നിലവാരത്തിലാണ് ഇപ്പൊ നമ്മൾ കഴിയുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലെ ദേവർശാല എന്ന് പറയുന്ന പ്രദേശത്താണ്. ദേവർശാലയിലും നെല്ലക്കോട്ടയിലും ഒക്കെ നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ദുഃഖകരമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ആളുകളെ ഏതെങ്കിലും വന്യജീവി കൊന്നതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ചിന്തിക്കാൻ പറ്റുമായിരിക്കും. കാരണം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു രീതിയാണ്. ഏതായാലും ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ല 2 പേരെയാണ് കാട്ടാന കൊലപ്പെടുത്തിയിരിക്കുന്നത്. ദേവർശാല എന്ന് പറയുന്ന പ്രദേശത്താണ്. ദേവർശാല ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ നമ്മൾ മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ രാത്രിക്ക്, അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് 9-ാം തീയതിയാണ്. മാർച്ച് 8-ാം തീയതി രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന 2 പേരെയാണ് കാട്ടാന ഈ ഒരു പ്രദേശത്തിട്ട് കൊലപ്പെടുത്തിയത്. നേരം വെളുത്തതിന് ശേഷമാണ് അത് ആളുകൾ അറിഞ്ഞതും. ഏതായാലും നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലെ കാട്ടാന ശല്യം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഒരു വർഷം 7-8 പേരൊക്കെയാണ് മരിക്കുന്നത്. ഏതായാലും ഈ വർഷം തന്നെ ഇപ്പോൾ ഇതിനു മുന്നേ ആളുകൾ മരിച്ചിട്ടുണ്ട്. വീണ്ടും ഈ വർഷം 2 പേരും കൂടെ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. തേയിലത്തോട്ടമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു ഇവിടെ വെച്ചിട്ടാണ് 2 പേരെ ആന തട്ടിയത്. നമുക്ക് ഇവിടെയൊക്കെ തേയിലയൊക്കെ ആന തട്ടി പൊട്ടിച്ച രംഗങ്ങളൊക്കെ കാണാം. എത്ര മണിക്കാണെന്നറിയത്? ഇന്നലെ പറഞ്ഞിട്ടു. നമ്മള് ദൂരെ ഇന്നലെ വന്നിട്ട് ചെരുപ്പ് ഇവിടെ ഒരു ചെരുപ്പ്, അത് അപ്പുറം ഒരു ചെരുപ്പ് കിടപ്പുണ്ട്. ഇതാ അവിടെ തന്നെ 2 ഉണ്ട്. ചെടീന്റെ അതിന്റെ അടിയിലുണ്ടല്ലേ? ഇവിടെ കിടന്നല്ലേ? ഇവിടെ 2 ആളുകൾ ഒരുമിച്ച് പോയിട്ട് ആണല്ലേ? അല്ല ഈ ഇതൊക്കെ ആന തട്ടി പൊടിച്ച ആന പൊടിച്ച ഇതെന്താ സംഭവം? ഇത് വന്നത് ശ്മശാന. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് രാജൻ. ഈ സ്ഥലത്തിന്റെ പേര്? ഈ സ്ഥലത്തിന്റെ പേര് ദേവർശാല. ഞങ്ങൾ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ. ഞങ്ങൾ എരുമാട് നിന്നാണ് വന്നേക്കണേ. നമ്മളൊരാളായി ഞങ്ങളിവിടെ അറിഞ്ഞുപെട്ട് ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾക്ക് വന്നപ്പോൾ ആൾക്കാർ കാണിച്ചു തന്നത് ഇങ്ങനെ 2 സ്ഥലമാണ്. ഒരാൾ ഇവിടുന്ന് ചവിട്ടിക്കൊന്നു, ഒരാൾ തൊട്ട് മേലെ റോട്ടിൽ നിന്നാണ്. ഇതാ ഇവിടെ ഈ സ്ഥലം മുണ്ട് കാണുന്നില്ല മൂപ്പര്. ഇനി ഇവിടെ തൊട്ട് മേലെ ഈ വെള്ളമുണ്ടല്ലോ അതിന്റെ തൊട്ട് ഇവിടെ കിടന്നേ. ഒരാളവിടെ, ഒരാൾ ഇവിടുന്നാണ്, ഒരാൾ ഇവിടുന്നാണ്. രണ്ടാമത് ഇതാ മൂപ്പര് ചെരുപ്പും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതാ ഒരു ചെരുപ്പ് അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവിടുന്നാണ് മൂപ്പര് മരിച്ച ആന കുത്തിയെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ആള് അവിടുന്നാണ്. രണ്ടാമത്തെ ആള് അപ്പുറ സൈഡ്. അവിടുന്നാണ് നമ്മൾ ഇവിടെ വന്ന് അറിയപ്പെട്ട കാര്യങ്ങൾ. പിന്നെ വീണ്ടും ഇവരെ പോസ്റ്റ്മോർട്ടത്തും കാര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്.
ബോഡി കൊണ്ടുവന്നിട്ടില്ലല്ലേ? കൊണ്ടുവന്നിട്ടില്ല, ബോഡി എത്തിയിട്ടില്ല. ഇനി തിരിച്ച് വന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. ഈ കാണുന്നത് ശ്മശാന, ഇത് കാണുന്നത് മശാനാണ്. സ്ഥിരം ആനയുള്ള സ്ഥലം അത്? ഇത് സ്ഥിരം ആനയുള്ള സ്ഥലമാണ്. ഈ പറഞ്ഞ ആളുടെ വീട് എവിടെയായിട്ടാണ്? ഈ തൊട്ട് ഇവിടുന്ന് ഒരു 500 മീറ്റർ അത്ര തൊട്ടടുത്തുള്ള ആളാണ്. അങ്ങോട്ടുള്ളല്ലേ? വീട്ടിലേക്ക് പോയ വഴിക്കായിരിക്കും. വീട്ടിലേക്ക് പോയതാ. ഇറങ്ങി വരുന്നത് മോളിൽ നിന്ന് ഇറങ്ങി വന്നേ? മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് സംഭവിച്ചത്. ഇവിടെ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇവര് കണ്ടില്ലായിരിക്കാം. ഇവര് കണ്ടോ കണ്ടില്ല നമുക്കറിയില്ല. ഇവര് കണ്ടതോ രാത്രിക്കാ സംഭവിച്ചത്? രാത്രിയാണ് ഒരു 8:30 മണിയോടെയാണ് സംഭവിച്ചത്. നമ്മൾ നേരം നേരം വെളുത്തപ്പോഴാണ് പാല് കൊടുക്കാൻ വേണ്ടിട്ട് വന്ന ഒരാള് പാല് കൊടുക്കാൻ വേണ്ടി ഒരു വ്യക്തി വന്നപ്പോ കണ്ടായിരുന്നു. ഇന്ന പോലെ സംഭവം കണ്ടപ്പോ ഇവര് അറിയിച്ചു, അടുത്തുള്ള ആൾക്കാരെ അറിയിച്ചു, ബാക്കിയുള്ളവരും ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് ഈ സംഭവം അറിയുന്നത്. 2 പേരാണ് മരിച്ചത്, മധ്യവയസ്കരായിട്ടുള്ള 2 പേരാണ് മരിച്ചത്. ഒരാളുടെ പേര് ലിങ്കൻ രാജ്, അദ്ദേഹത്തിനെ അപ്പു എന്ന് വിളിക്കും. പിന്നെ മറ്റേ ആളുടെ പേര് രവി. അങ്ങനെ 2 പേരാണ് ഇവിടെ മരിച്ചത് കേട്ടോ. പിന്നെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചൊരു കാര്യമാണ്, പല ആളുകൾക്കും പേടിയാണ് സംസാരിക്കാനായിട്ട്. കാരണം ഇത്തരത്തിലാണ് സംസാരിക്കുന്ന ആളുകളെയൊക്കെ പേടിപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ അവരെ എന്താ പറയുക, അവർക്കെതിരെ കേസൊക്കെ എടുത്ത് വായടപ്പിച്ച് വെക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും എന്തെങ്കിലും ഒന്ന് പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പോലും ആളുകൾക്ക് പേടിയുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരുടെ അടുത്തു നിന്ന് നമുക്ക് കറക്റ്റായിട്ടൊരു നമ്മൾ ചോദിക്കുമ്പോൾ ഒരു റെസ്പോൺസ് പോലും കിട്ടാത്തത് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മാറ്റം കണ്ടോ. ഈ ഒരു ഇത്രയും പ്രദേശമാണ് കാട് പിടിച്ച് കിടക്കുന്നത്. ഇവിടുത്തെ മിക്ക പ്രദേശങ്ങളും കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം ഇതുപോലെയൊക്കെ കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിലേതോ ഒരെണ്ണമാണ് ഇവരുടെ വീടെന്നാണ് പറയുന്നത് കേട്ടത്. ഇത്രയും അടുത്ത് വീടിനോട് എത്താറായി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ. ഇതാണ് വീട് മൂപ്പര? ഇതെന്താ ആംബുലൻസാ? പോലീസ് വണ്ടിയാണ് കേട്ടോ. ഇത്തരം വിഷയങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവരും ഉണ്ടാവും. ജോലിയല്ലോ, വീട്ടിൽ തന്നെ വയസ്സായില്ലേ. ഇവനാ കുടുംബം നോക്കണം. എന്താ അവനെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വരുന്നും പറഞ്ഞ് കാത്തിരിക്കുള്ളൂ. ഒരു കുഞ്ഞി മോനും ഉള്ളൂ. പേരക്കുട്ടി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇത് ശരിക്കും ഇവര് ഇന്ന് രാവിലെ അല്ലേ അറിയുന്നത്? ഇവര് രാവിലെ ആരോ പാല് വാങ്ങാൻ എങ്ങാണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോഴാണ് അവിടെ മരിച്ചു കിടക്കുന്നത് ഇവരറിഞ്ഞത്. ആൾക്കാർ പറഞ്ഞിട്ടാണ് അവള് വീട്ടിൽ വിവരം അറിയുന്നത്. ഇവിടെ സ്ഥിരം ഈ ആനയുടെ പ്രശ്നം? സ്ഥിരമായിട്ട് ആനേന്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ എന്റെ ചേച്ചിയാണ് അത്. ഞങ്ങൾ ഇവിടെ വരുമ്പോ അവളിങ്ങനെ പറയലുണ്ട്, വൈകുന്നേരം ഒന്നും വരരുത്, ആന എപ്പോഴും ഉണ്ടാവും. അങ്ങനെ വരലൊക്കെ കുറവാണ് ഞങ്ങള്. കാരണം ഇതിലെയാണ് ആന ഇറങ്ങി പോകുന്നതാ. ഇവിടെ ഒരു വഴിയുണ്ട്, ഇതിലെ ആന നിരങ്ങി ഇറങ്ങി പോകുന്നു. ഇതിലെ വന്നിട്ട് ഈ റോഡ് കൂടെ വന്നിട്ട് ഇതിലെയാണ് ഇതിലെ എങ്ങനെ ആന ഇതിലെ എങ്ങനെ നിരങ്ങി അങ്ങ് പോകും. ഈ വാഴയെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുക. അതിൽ കൊലയുണ്ടായാലും എന്ന ആന തിന്നുന്ന കാരണം ബോഡി കൊണ്ടുവന്നല്ലേ ചേട്ടൻ്റെ ബോഡി എത്തിയിരിക്കട്ടോ. കീഴേ ഇറക്കണം. അങ്ങനെ പോട്ടു മെല്ലെ മുട്ടാകുമ്പോൾ മെല്ലെ പോയിക്കോളൂ. തിരക്കൊടിക്കട്ടെ, നല്ല പോയിക്കോളൂ. അത് തിരക്ക് പിടിക്കല, മെല്ലെ മെല്ലെ മെല്ലെ.
மேலே ஒருத்தர் அப்படியே நீங்கள் ஆக்டிவிஸ்ட்டுங்களா இந்த மாதிரி? ஆமாம். ഇത് രണ്ടാമത്തെ ആളുടെ വീടാണ്. അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ബോഡി ഇറക്കിയിട്ടാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ട ആ പ്രദേശത്തേക്ക് ആംബുലൻസ് വന്നത്. ഇവിടെയൊക്കെ ഫെൻസിങ് ഇട്ടിരിക്കുന്നതൊക്കെ കാണാം. ഇതൊക്കെ ഒരു വീട്ടിലേക്കുള്ള വഴികളാണ് കേട്ടോ. இங்கே வந்துடுறேன், அத்திப்பாடி வந்துடுறேன், நாளைக்கு ஒரு வண்டி ரெடி பண்ண, அவர் வண்டி இல்லை, ஒன்று ரெடி பண்ண, அது வந்துடுறேன், ஒரு 1/2 மணி நேரத்தில் அங்கே இருப்பேன். മോളാണോ അറിയുന്ന മാതിരി എല്ലാം തിരിച്ചല്ല. பசங்க காட்டியானை தாக்கியதில் எங்கள் தந்தையான ரவி என்பவர் இறந்துவிட்டார். எனவே அரசின் மூலம் வழங்கும் ஈமச்சுரத்திற்கான முன்தொகை 50,000 ரொக்கத்தினையும் இழப்பீட்டுத் தொகையான 9 லட்சத்துக்கான காசோலை தொகையையும் எங்கள் அம்மாவாகிய சுசீலா அவர்களிடம் கொடுப்பதில் மகன்களாகிய ஜெகன், ஜெயன், மகள் ரஞ்சிதா ஆகிய எங்களுக்கு எந்தவித ஆட்சேபனையும் இல்லை என்பதை பணியுடன் தெரிவித்துக் கொள்கிறோம். நாளைக்கு யார் ஃபர்ஸ்ட் உன் பேர் என்னப்பா? ஜெயன். சொந்தப்பாடு வாங்கி தம்பி இல்லை என்ன பண்றீங்க நாளைக்கு? என்ன பண்ணுங்க இல்லைங்க, நாளைக்கு என்ன பண்ண போறீங்க? இல்ல இது வந்து நாளைக்கு தானே இருக்கும். நாளைக்கு எத்தனை மணிக்கு? காலைல போயா நாளை மறுநாள் இல்லைங்க, நாளைக்கு எத்தனை மணிக்குன்னு கேட்குறேன். പേര് മുഹമ്മദ് ജമീൽ. ഇത് ഇന്ന് രാവിലെ എപ്പോഴാണ് ശരിക്കും? ശരിക്കും ഇത് ദേവർഷോല പഞ്ചായത്തിന്റെ 6ാം വാർഡാണ്. അതായത് ഈ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഈ കാരക്കുന്ന് എന്ന് പറയുന്ന ഈ സൈഡ് വന്നിട്ട് കാട്ടാനകൾ ഏത് സമയവും വിഹരിക്കുന്ന ഒരു ഏരിയയാണ്. ഇത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഇവിടെ 15 ദിവസത്തെ ഉണ്ണാവൃതം മീൻസ് നിരാഹാര സത്യാഗ്രഹമൊക്കെ ഞങ്ങൾ നടത്തി ജനങ്ങൾ കുറെ ഇതിന് പ്രതികരിച്ചെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് വേണ്ട പോലെയുള്ള ഒരു പരിഗണന ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അത് വളരെ ഒരു എന്താ പറയുക മാനസിക പ്രയാസം തരുന്ന ഒരു സംഭവമാണ്. കാരണം ഇവിടെ കൃഷിക്കാർക്കായാലും ഇവിടുത്തെ നാട്ടിലുള്ള നാട്ടുകാർക്കായാലും സമാധാനമായിട്ടുള്ളൊരു ജീവിതമോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലപ്രശ്നങ്ങൾ, ഇവിടെ പട്ടയില്ലാത്ത വിഷയം, കറണ്ട് ഇല്ലാത്ത വിഷയം, മെയിനായിട്ട് ഇവിടുത്തെ സെക്ഷൻ 17 എന്ന് പറയുന്ന ഒരു വിഷയം ഇപ്പോൾ ജനങ്ങളെ തലയ്ക്ക് മേലെ ഒരു കത്തിയായിട്ട് നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് വരുന്ന സമയമാണ്. വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു ഇന്നലെ വൈകുന്നേരം. എന്നും സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയാണ് അവർക്ക് പരിചയമില്ലാത്ത വഴിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. അപ്രതീക്ഷിതമായി കാട്ടാന വരികയും അവർ രണ്ടുപേരെയും ആക്രമിച്ച് അവിടെ തന്നെ രണ്ടുപേരും മരണപ്പെടുകയും ചെയ്തു. ഇതിന് നാട്ടുകാരായ ഞങ്ങൾക്ക് വളരെ പ്രതിഷേധം ഞങ്ങൾ രാവിലെ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും കൂടി ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ചില നിബന്ധനകളോട് കൂടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ പിന്നെ തൽക്കാലം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് മേടിച്ചിട്ടുണ്ട്. നേരം വെളുത്തപ്പോഴാണ് അറിഞ്ഞല്ലേ? ജനങ്ങൾ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പാസ് ചെയ്ത സമയത്താണ് റോഡിൽ രവി എന്ന് പറയുന്ന ആളാണ് റോഡിന്റെ അരികത്തന്നെ ഉണ്ടായിരുന്നത്. പുള്ളിനെ കണ്ടിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ കാട്ടാൻ ആക്രമിച്ചിട്ടുണ്ട്. രാത്രി തന്നെ സംഭവം നടന്നിട്ടുണ്ടല്ലേ? ഇന്നലെ രാത്രി ഏകദേശം ഒരു 7 to 9 മണിന്റെ ഉള്ളിലാണ് ഇത് സംഭവം നടന്നിട്ടുള്ളത്. വീട്ടുകാർ കുറെ അവരെ ഫോണിലേക്ക് ട്രൈ ചെയ്തിരുന്നെങ്കിലും ആ സമയമായതുകൊണ്ട് അവർക്ക് പോയി തിരയാൻ പറ്റിയിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും കൂടിയിട്ട് നേരം വെളുത്തിട്ടാണ് ജനങ്ങൾ കണ്ടത്. പരിക്ക് എങ്ങനെയായിരുന്നു? പരിക്ക് ഒരാൾക്ക് വന്നിട്ട് കൊമ്പ് വയറ്റിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് ഈ കാലിന്റെ ഒരു ഭാഗം അങ്ങനെ ഡാമേജ് ആയിട്ടുണ്ട്. ഇനി ഒരാൾക്ക് വന്നിട്ട് ഏകദേശം നെഞ്ഞിലേക്കാണ് ചവിട്ട് കിട്ടിയിട്ടുള്ളത്.
അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളോട് പറഞ്ഞത്. ഈ മരിച്ച രണ്ടുപേരുടെയും പേരെന്ന് പറയാമോ? രവി എന്ന് പറയുന്ന ആള്, പിന്നെ ലിംഗരാജ്. എത്ര പ്രായമുണ്ട്? പ്രായം രണ്ടുപേർക്കും ഒരു 60 വയസ്സിന്റെ അടുത്ത്. 60 വയസ്സുണ്ടല്ലേ? പുറത്ത് കൂലിപ്പണിക്ക് പോയിട്ട് ഡെയിലി അവർ നടന്നു വരുന്ന വഴിയാണ്. എല്ലാം അവർക്ക് പരിചയമുള്ള വഴികൾ തന്നെയാണ്. അവര് വീട് ദിവസം അവർ നടന്നു പോയി വരുന്ന മാർഗങ്ങളൊക്കെ. ഇതിനു മുന്നേ ഇതുപോലെ ഇങ്ങനെ ആളുകളുടെ നേരെ ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്? അതായത് ഏകദേശം ഇതിന്റെ മുന്നേ ഇവിടെ കുറെ ആളുകൾ ഇതിന്റെ അടുത്ത് തന്നെ, ഈ അടുത്ത മാധവൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എസ്റ്റേറ്റ് തൊഴിലാളി വെള്ളം തുറക്കാൻ പോയ ആള്, അങ്ങനെ ഏകദേശം ഒരു 100 കണക്കിന് ആളുകൾ ഇപ്പൊ ഈ ഡെത്തോട് കൂടി ഇവിടെ ആയിക്കഴിഞ്ഞു. ആനിമൽ അറ്റാക്ക് ഈ നീലഗിരീസ് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇപ്പൊ ഏകദേശം നല്ലൊരു ആളുകൾ മരിച്ചിട്ടുണ്ടല്ലേ? ഏകദേശം ഒരു 100 നമ്പർ ആ ലെവലിലുള്ള ആളുകൾ ഇപ്പൊ ഈ ആനിമൽ ഡെത്ത് മാസത്തിൽ ഒന്നെന്ന് പറയുന്ന പോലെയൊക്കെ മരിക്കും. ഇതിപ്പോ ഒരേ ദിവസം 2 പേര് അയൽവാസികളായ 2 പേരാണ്. അതെ. ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട് ഈ കാര്യത്തിൽ, വളരെ സങ്കടമുണ്ട്. ഇതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അവരെന്താ പറഞ്ഞേ? ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് മക്കൾക്ക് 2 പേർക്കും ഗവൺമെന്റ് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വീട്ടിലെ ഓരോ മക്കൾക്ക് ഗവൺമെന്റ് ജോലി. അതല്ലാതെ ഇവർക്ക് താൽക്കാലികമായിട്ടാണ് സ്ഥിരമായിട്ട് അതല്ലാതെ ഇവർക്ക് ആൾക്ക് 10 ലക്ഷം രൂപ ഗവൺമെന്റിന്റെ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാട്ടാനനെ ഇന്ന് വൈകിട്ട് തന്നെ RRT ടീമിനെ ഇവിടെ അവർ വിന്യസിച്ചിട്ടുണ്ട്. അവർക്ക് ഇന്ന് വൈകുന്നേരം തന്നെ അതിനെ കാട്ടിലേക്ക് കടത്തുന്നതാണ് പറയുന്നത്. അറിയാൻ കഴിഞ്ഞത് അങ്ങനെ. കാട്ടിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുതുമല ഫോറസ്റ്റിൽ അങ്ങോട്ട്. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ അടുത്തെവിടെയാ ഫോറസ്റ്റ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ ഫോറസ്റ്റാന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ തെറ്റായ ഒരു ധാരണയാണ്. അത് പുറത്തുള്ള നാട്ടുകാർക്കൊക്കെ അതൊരു പ്രത്യേക വിചാരമുണ്ട്. നീലഗിരി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫോറസ്റ്റ് ആണെന്ന്. ഒരിക്കലും അല്ല. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുന്നേ തന്നെ ഇവിടെ പട്ടയം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പട്ടയം എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. ബ്രിട്ടീഷുകാർ കൊടുത്ത പട്ടയാണ്. ആ കാലത്ത് തന്നെ ഇവിടെ പട്ടയുണ്ട്. ഇവിടെ ജനങ്ങൾ ജീവിച്ചിട്ടുണ്ട്, കൃഷി നടത്തിയിട്ടുണ്ട്, ഇവിടെ എല്ലാ കാര്യങ്ങളും വീട് വെച്ചിട്ടുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഈ NGOസിന്റെ കടന്നുകയറ്റവും അതല്ലാതെ ഈ ഫോറസ്റ്റ് വൽക്കരണവും ഒക്കെ കൂടി ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇന്നിവിടെ ജീവിക്കുന്ന ജനങ്ങളെ ഇത്രത്തോളം ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നാട്ടുകാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഇപ്പോൾ ഒരു എന്തോ സംഭവം വന്നല്ലോ, അതായത് ഈ സെക്ഷൻ 17 ആ സ്ഥലങ്ങളെല്ലാം ഫോറസ്റ്റ് ആക്കാനായിട്ടുള്ള ഒരു, അതായത് അത് 34,000 ഹെക്ടർ ഭൂമിയാണ്. 34,000 ഹെക്ടർ ഭൂമിയിൽ ഇവർ വന്നിട്ട് 3,000 ഹെക്ടർ ഭൂമി മാത്രം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ള 31,000 ചില്ലറ ഹെക്ടർ ഭൂമിയും വന്നിട്ട് വനമാക്കണം എന്നുള്ള ഇതിൽ ഒരു അഫിഡാവിറ്റ് വന്നിട്ട് ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ് വന്നിട്ട് സുപ്രീം കോടതിയിൽ ഈ കേസ് ഒരു 10-30 വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ തമിഴ്നാട് ഗവൺമെന്റ് വന്നിട്ട് ഇത് അഫിഡാവിറ്റ് അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വരുന്നത്. അപ്പൊ ഈ 31,000 ഏക്കർ സ്ഥലം വന്നിട്ട് ഫോറസ്റ്റിന് വിട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലത്തിൽ ക്ലസ്റ്റർ രൂപം, അതായത് ഒരു കോളനി വൽക്കരണം, ഈ ഉള്ള ജനങ്ങളൊക്കെ ഒരു 100 വീടായിട്ട് ഒറ്റപ്പെടുത്തുക. ആ ഒരു ജയിലിന്റെ ഉള്ളിൽ പോലുള്ള ഒരു ജീവിതം പോലെയാണ് ഇപ്പൊ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലാവരും അതിന് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ മരണം വരെ പോരാടും ചെയ്യും. ഈ 34,000 ഹെക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആളുകൾ താമസിക്കുന്ന സ്ഥലം പെടില്ലേ? ആളുകൾ താമസിക്കുന്ന സ്ഥലം, പട്ടയ സ്ഥലമൊക്കെ അതിൻ്റെ അകത്ത് പെടുന്നുണ്ട്. അവരെല്ലാവരും കുടിയൊഴിപ്പിക്കുള്ളൂ. എല്ലാവരും അവരെ ക്ലസ്റ്റർ രൂപത്തിലേക്ക് കൊണ്ടുവരണം. അതിന് പട്ടയം കൊടുത്ത് ഇവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും അതിൽ ചെയ്തു കൊടുത്തിട്ട് അവരൊരു കോളനി വൽക്കരിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് കൊടുത്ത അഫിഡാവിറ്റിൽ ഉള്ളത്. അങ്ങനെയാണ്. എന്തായാലും ഭയങ്കര പ്രശ്നം തന്നെയല്ലേ, രൂക്ഷമാണ്. നീലഗിരിന്റെ കാര്യം വളരെ കഷ്ടമാണ്. അതിന് ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് നിന്ന് പോരാടിയത് തന്നെ അതിന് ഒരു തീരുമാനം ഈ ജനങ്ങൾക്ക് കിട്ടുമോ? എൻ്റെ പേര് ജോസ്, അവിടുത്തെ 5ാം വാർഡ് കൗൺസിലറാണ്. ഒരു 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം കുടിയേറിയ നാട്ടുകാരാണ് നമുക്ക് ഈ ഭാഗത്ത് അധികം. നിരന്തരമായി നമുക്ക് അറിയാവുന്ന ഇവിടെ പട്ടയ വിഷയങ്ങൾ, അതുപോലെ തന്നെ കറണ്ടിൻ്റെ വിഷയങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനെല്ലാം പൊരുതി ജീവിച്ച ഒരു ജനതയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കാതെ സർക്കാർ അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഈ പ്രദേശത്ത് കാട്ടാന ശല്യം, കാട്ടുമൃഗങ്ങളുടെ ശല്യം അധികരിച്ച് ഒരേ വർഷം ചെല്ലുന്തോറും കാട്ടുമൃഗങ്ങളുടെ ശല്യം അധികരിച്ച് ഇപ്പോൾ നമുക്കറിയാം ഒരു 2000-ന് ശേഷം 100-155ഓളം ജനങ്ങൾ, അതുപോലെ പുലിയായാലും ശരി, കരടിയായാലും ശരി, ആനയുടെ ആക്രമണത്തിലായാലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഇതിന് കാലാകാലങ്ങൾ നിവാരണം കൊടുക്കുകയും അത് ചെറിയ ജോലികൾ എന്തെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുകയും ചെയ്യുക എന്നല്ലാതെ ശാശ്വതമായിട്ട് അകഴി വെട്ടുക ഉൾപ്പെടെയുള്ള നിരന്തരമായി കൃഷിക്കാർ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ, അകഴി പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പരമാവധി പൂർത്തീകരിച്ചിട്ടില്ല, ആരംഭിച്ചിട്ടുള്ളൂ.
നമ്മൾ കാലാകാലങ്ങളിൽ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളാണ്. അതേപോലെ കൃഷിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളാണ്. അകഴി വെട്ടണം, ഈ ആനകളെല്ലാം കൃഷിക്കാരുടെ ആ പ്രദേശത്ത് നിന്ന് പുറത്താക്കണം, കൃഷിക്കാർക്ക് സംരക്ഷണം കൊടുക്കണം എന്നുള്ളത് ആവശ്യങ്ങൾ കർഷക സംഘടനകൾ ഉൾപ്പെടെ കൃഷിക്കാരുൾപ്പെടെ ഈ പ്രദേശത്തെ നാട്ടുകാരുൾപ്പെടെ സർക്കാരിന് കാലാകാലങ്ങളിൽ വെക്കുന്ന ഒരു ഡിമാൻഡാണ്. പക്ഷേ സർക്കാർ എന്തുകൊണ്ടോ ഭരിക്കുന്ന സർക്കാരുകളും അതിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ വിഷയങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണുന്ന ഈ അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ കൃഷിക്കാർ കൊല്ലപ്പെടുമ്പോൾ കാണുന്ന ഒരു സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ വനത്തിൻ്റെ അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഫെൻസിങ് ഉണ്ടോ? ഫെൻസിങ് പല ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷെ ഫെൻസിങ് പല ഭാഗങ്ങളിലും ഉണ്ടെങ്കിൽ തന്നെ പല ഭാഗങ്ങളിലും ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ വഴിയെല്ലാം ആന കൃഷിക്കാരുടെ ഏരിയയിലോട്ട് ഉള്ളത് വർക്ക് ചെയ്യുന്നുണ്ട്. ഉള്ളത് വർക്കിങ്ങിലുണ്ട്, ചില ഭാഗത്ത് വർക്കിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഫെൻസിങ് ഉണ്ടെങ്കിൽ തന്നെ ആന അത് മരം വലിച്ചിട്ട് ഫെൻസിങ് കട്ടാക്കി കൃഷിക്കാരുടെ പ്രദേശത്ത് കടന്നു കയറി ഇതേപോലത്തുള്ള കൃഷിനാശം ഉൾപ്പെടെ ആളുകൾക്ക് മരണപ്പെടുന്ന ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസം എന്ന് പറയുന്ന പോലെ ആന ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ആനകളെ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിനെ തുരത്താനായിട്ടോ അല്ലെങ്കിൽ ഇത് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും നടപടികൾ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി പട്രോളിങ് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്ക് പരാതിപ്പെട്ടാൽ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എല്ലാം ലേറ്റായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുണ്ട്, പക്ഷേ നമ്മുടെ ഏരിയകൾ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആനകൾ വന്ന് കൃഷി തോട്ടങ്ങളിൽ ഇറങ്ങി നമ്മുടെ കൃഷി നശിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അത് വന്ന് ഓടിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആളുകൾ കുറവ്, വാഹനങ്ങൾ കുറവ്, ഇതെല്ലാം പരിഹരിക്കും എന്നുള്ളതാണ് കൃഷിക്കാരുടെ നീണ്ടകാലത്തെ ആവശ്യം. അങ്ങനെ ഒരു കാര്യങ്ങളും കൂടി ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പേര് മുകേഷാണ്, 6ാം വാർഡ് കൗൺസിലറാണ്. ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് ഈ നീലഗിരി ജില്ല കാണാത്തൊരു നിരാഹാര സമരം ഇവിടെ ഉണ്ടായി. തുടർന്ന് 15 ദിവസത്തോളം എല്ലാ ജനങ്ങളും ഇവിടെ നിരാഹാര സമരം ഇരുന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വെച്ചൊരു നിർദ്ദേശം എന്താ വെച്ചാൽ ട്രെഞ്ച് എടുത്ത് ഫെൻസിങ് ഇടണമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ട്രെഞ്ച് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളൊരു നിരാഹാരത്തിന്റെ ഒരു വിജയം കൂടെ ആയിരിക്കാം ഇത്. അപ്പോൾ 15 ദിവസം നിരാഹാരം ഇരുന്നതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടിയെന്ന് പറയാം. പക്ഷെ അത് ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഫെൻസിങ് ആനകൾ വന്നിട്ട് ഇത് മണ്ണിട്ട് മൂടി തിരിച്ചു കയറുന്നുണ്ട്. ഇപ്പൊ എടുക്കുന്നുണ്ട് ശരിക്കും. പക്ഷെ അത് എത്ര അളവ് നമുക്ക് സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മസനഗുഡി ഭാഗത്ത് ഇപ്പോൾ എല്ലാവരും 100 ഫാമിലി ആയിട്ടുള്ള ഒരു കോളനി പോലെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് നടപ്പിലായി വരുന്ന വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയപ്പെട്ടത്. അതുപോലെ ഈ പ്രദേശത്തും അവരങ്ങനെ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഒരു കോളനി പോലെ ആക്കിയിട്ട് താമസിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യുന്നത്. ഇവിടെ 7 മണി കഴിഞ്ഞാൽ 8 മണി കഴിഞ്ഞാൽ ടൗണിൽ ഒരു മനുഷ്യന്മാരില്ല. കാരണം പേടിയാണ് സത്യം. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പോ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങി പോയി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുള്ളൊരു പേടി എല്ലാ വീട്ടുകാർക്കും ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയിൽ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ ശരിക്കും മുതുമല ഫോറസ്റ്റ് ആണ് റിസർവ് ഫോറസ്റ്റ് അപ്പുറത്തുള്ളത്. ഇവിടെ കൊട്ടായമട്ടം പറഞ്ഞ സ്ഥലമുണ്ട്. ശരിക്കും ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റിലേക്ക് എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന് ശരിക്കും ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. 3-4 കിലോമീറ്റർ ഉണ്ട് അല്ലേ? ഈ കാണുന്ന ഈ സെക്ഷൻ 70 എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ടാണ് ഇവർ ഇതൊക്കെ അതുകൊണ്ടാണ് ഈ മൃഗങ്ങളെ ഇവിടെ നിന്ന് തുരത്താൻ ഇവർ വലിയ താല്പര്യമാണ്. ഇനിയൊരു സംഭവം ഉണ്ട് സാർ. അതായത് ഈ കാട്ടിനകത്ത് ഈ ആനയ്ക്ക് കഴിക്കാനുള്ള കിട്ടുന്നില്ല, ഒന്നും സാധനമില്ല. അപ്പൊ ഈ ആന എന്താക്കുന്ന വെച്ചാൽ ഈ കൃഷിഭൂമിയിലേക്ക് വന്നിട്ട് ഈ കൃഷിയൊക്കെ നശിപ്പിക്കുകയാണ്. നമ്മളാൾക്കാർ 1 വർഷം വേണം വാഴ കൃഷി ചെയ്തിട്ട് അത് കൊലച്ച് വെട്ടാൻ 1 വർഷം. ഈ കൊലച്ച് വെട്ടാൻ നേരത്താണ് ഈ ആന വന്ന് എല്ലാം നശിപ്പിക്കുന്നത്. അപ്പൊ വ്യവസായിയുടെ ഈ എന്താ പറയാ ജീവിതം ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവിടെ. അതുപോലെ ഈ എസ്റ്റേറ്റ് മേഖല എന്ന് വെച്ചാൽ ഫുള്ള് ഫോറസ്റ്റ് ആയിരുന്നു. മീൻസ് ഫോറസ്റ്റ് അല്ല, ഈ തേയിലത്തോട്ടത്തിന് ഫുള്ള് ചെടികളൊക്കെ ആയിട്ട് അത് ഞങ്ങൾ പറഞ്ഞ് വെട്ടി. അപ്പൊ ഒരു ദിവസം നമ്മൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ കാട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ആന ഓടിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അപ്പൊ എസ്റ്റേറ്റിൽ പറഞ്ഞ് എസ്റ്റേറ്റ് കാട് വെട്ടി. ഞാൻ DF സംസാരിക്കും. ആള് പറയാണ് ഈ കാട് വെട്ടിയും കൊണ്ട് ആന പോവില്ല, ഈ കാട് എന്തിനാ വെട്ടാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ആന ഓടിക്ക് ഈസി ആയിട്ടുണ്ടാവുന്നു. അവർ ഓരോ ദിവസങ്ങളും ഓരോ വാക്കുകൾ മാറി പറയാണ്. അവർക്ക് മേലിൽ നിന്ന് റിസ്ട്രിക്ഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ അവസ്ഥ. നീലഗിരി ജില്ല, ഗൂളൂർ താലൂക്ക്, ദേവർശോല
പഞ്ചായത്തുകളിലെ ജനങ്ങളെല്ലാം ഒരു ചോദ്യചിഹ്നത്തിലാണ്. 100%. അവരിപ്പോ ഈ ആൾക്കാർക്ക് ഇപ്പോൾ 7 മണി കഴിഞ്ഞാൽ ടൗണിൽ പോയിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചിലപ്പോൾ കുട്ടികൾക്ക് പാലുണ്ടാവില്ല, സ്കൂളുകളും കുറുക്ക കൊടുക്കാൻ വേറെ സാധനം ഉണ്ടാവില്ല, വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരെ ഡൗട്ടാണ്. കരടി എല്ലാ വന്യമൃഗങ്ങളും ഇവിടെ ഉണ്ട് സാർ. അവിടെ ഒരു വണ്ടി വിളിച്ചാൽ പോലും വരില്ല. കൂടുതലും തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് ഏറ്റവും തൊഴിലാളികൾ എസ്റ്റേറ്റിലുള്ള സ്ഥലങ്ങളിലൊക്കെ തൊഴിലാളികളാണ്. അതിന്റെ താഴെയുള്ള കൃഷി ചെയ്യുന്ന ആൾക്കാർ, കൃഷിക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ എന്താ പറയാ വെച്ചാല് നമ്മള് എന്താ പറയാ, ഈ തോട്ടത്തൊഴിലാളികൾ തോട്ടത്തൊഴിലാളികളുടെ പ്രശ്നം വെച്ചാൽ പണിയെടുത്ത കൂലി കിട്ടുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഈ പുറത്ത് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കൂലി വാങ്ങിയിട്ട് സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരാൻ അത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതിപ്പോ ഏകദേശം ഈ പറഞ്ഞ പോലെ 100ഓളം ജനങ്ങളെ 100ഓളം ജീവൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഈ നമ്മളെ നാട്ടിൽ. വലിയൊരു കണക്ക് തന്നെയാണ്. വലിയൊരു കണക്ക് തന്നെയാണ്. ഇന്നിപ്പോ 2 സാർ, ഇതിപ്പോ നാളെ ഇപ്പൊ ആവാം. ഇതിപ്പോ ഇന്ന് ഈ സംഭവം കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞു. ഇതോടുകൂടി പിന്നെ അതിനെ കുറിച്ച് സംസാരമൊന്നുമില്ല. അതിപ്പോ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ അങ്ങനെ ആക്കി മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ മേലെ ചാർജ് ചെയ്യാം. ഇപ്പൊ നാളെ എനിക്കൊരു കേസാണ്. കാരണം ഇതേ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് പിന്നെ പാടന്തറ എന്ന സ്ഥലത്ത് ചെറിയ സമരം ഉണ്ടായിരുന്നു. ഞങ്ങൾ 13 പേര് നേതാക്കന്മാരൊക്കെയാണ്. അവരെ പേര് നാളെ ഞങ്ങൾക്ക് കോർട്ടിലേക്ക് പോകണം സമരം വന്നിട്ടുണ്ട്. നാളെ പോകണം. ചിലപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്നിപ്പോ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, നാളെ ഇതുപോലത്തെ നേതാക്കന്മാര് വളരാൻ പാടില്ല എന്നൊരു സംഭവമായിരിക്കും. നേതാക്കളാകല്ലേ സംഭവം, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ മുമ്പിൽ നിൽക്കുക, അടിച്ചമർത്താണ്. അതാണ് ഇവിടെ നടക്കുന്ന സിറ്റുവേഷൻ. എൻ്റെ പേര് ഷാജു മാണിക്കല്ലാടി. ദേവർശാല പഞ്ചായത്തിലെ 6ാം വാർഡിൽ ജീവിക്കുന്ന 6ാം വാർഡാണ്. ഇന്ന് 2 പേരെ ആന കൊന്ന ഏരിയ. ഇതേ ഏരിയയിൽ വന്നിട്ട് ഞങ്ങൾ 15 ദിവസം ജനങ്ങളെല്ലാം ചേർന്ന് ഉണ്ണാവൃത സമരം, ഗൂഡല്ലൂർ താലൂക്കിൽ ഏറ്റവും വലിയ സമരം എന്ന് വെച്ചാൽ ഈ മാണിക്കല്ലാടി 6ാം വാർഡിൽ നടന്ന ഉണ്ണാവൃത സമരമാണ് ഏറ്റവും വലിയ സമരം നടന്നത്. അന്ന് ഇവിടുന്ന് ഞങ്ങളെ ജനങ്ങളെയൊക്കെ വിളിച്ച് കൊണ്ടുപോയി കളക്ടർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ട്രഞ്ച് കയറി പെൻഷൻ ഇട്ട് തരാമെന്ന് പറഞ്ഞ് വാക്ക് തന്നതാണ്. അത് കഴിഞ്ഞിപ്പോൾ ഒരു 3 വർഷമായി. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ വർഷം പാടന്തറയിൽ ഇതുപോലെ സമരം ഉണ്ടായിരുന്നു, ഉണ്ണാവൃത സമരം. അത് 3ാം ദിവസം ആകുമ്പോഴും ഇതുപോലെ വാക്ക് തന്ന് സമരം നമ്മളത് എങ്ങനെയും അവർ മുറിച്ച് തരും, ഒഴിവാക്കാൻ ഉള്ള മാർഗങ്ങൾ കണ്ടെത്തും. പക്ഷെ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു തീരുമാനം ഇവിടെ നടക്കണില്ല. പിന്നെ ദേവർശാല പഞ്ചായത്ത് എന്ന് വെച്ചാൽ 141 കടകളേറ്റുണ്ട്. ഇതിൽ 10 കടകൾ മാത്രമേ ഇപ്പോൾ കുടുംബം കഴിഞ്ഞ് പോകണുള്ളൂ. ബാക്കിയുള്ളവരെ വീടുകളിലൊക്കെ ഇപ്പോൾ പറഞ്ഞ കടകളിൽ ഡെയിലി ഫൈനാൻസുകാർ, ബാങ്കുകാർ, കൂലിപ്പണിക്കാരെക്കാളും കഷ്ടമാണ്. എന്താ വെച്ചാൽ 5 മണി കഴിഞ്ഞാൽ ആ ടൗണിൽ ആളില്ല. അത്രയും മോശമായിട്ടാണ് ഇപ്പോൾ ഗൂഡല്ലൂർ താലൂക്കുള്ള ജനങ്ങൾ ജീവിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും നമ്മളെ പിരിച്ചിട്ടും എന്താ വെച്ചാൽ മൃഗത്തിന് കൊടുക്കണ ഒരു പ്രാധാന്യം പോലും മനുഷ്യന് തരുന്നില്ല. അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കണത്. പിന്നെ ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്നറിയില്ല. എനിക്ക് എൻ്റെ കുട്ടികളൊക്കെ രാത്രി കടന്നുറങ്ങുമ്പോൾ ഇവർക്ക് എന്താ ഇനി നമ്മൾ ഫ്യൂച്ചർ കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, ബാക്കി നമ്മളെ മരണശേഷം കുട്ടികൾക്ക് ആനേൻ്റെ അടുത്തുനിന്ന് പുലീൻ്റെ അടുത്തുനിന്ന് എങ്ങനെ സംരക്ഷണം കൊടുക്കാമെന്നറിയില്ല. ഈ നിലവാരത്തിലാണ് ഇപ്പോൾ നമ്മൾ കഴിയുന്നത്. ഇനിയിപ്പോൾ ഇതേ പോക്കുവാണെങ്കിൽ ആരൊക്കെ മുന്നിലേക്ക് നിൽക്കണമെന്ന് വെച്ചാൽ അവരുടെ പേരിലൊക്കെ കേസ്. പിന്നെ അവര് കുറെ പോവുക അവർക്കും ചടച്ചിട്ട് അവർ നിർത്തും. പിന്നെ അടുത്ത ആൾ വന്നാൽ അവർക്കും കേസ് കൊടുക്കും. പ്രതികരിച്ച അപ്പൊ കേസ്. ഇപ്പോ ഇന്നിപ്പോ ഒരു 2-3 മണിക്കൂർ പ്രതികരണം അവിടെ ഉണ്ടായി. ഇപ്പൊ ലാസ്റ്റ് എന്തായി, 2 വീട്ടിലും വന്ന് ചെക്ക് കൊടുത്തിട്ട് അവരാണ് പോയി. വീട്ടുകാർക്ക് 10 ലക്ഷം റുപ്യ കൊടുത്തിട്ട് അവരെ കടമ തീർത്തിട്ട് ബോഡി അവിടെ ഇരിക്കുന്ന സമയത്ത് ബോഡി ഇരിക്കുമ്പോ എന്ന് വെച്ചാൽ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയി ബിരിയാണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചായപ്പറ്റി വെച്ചിട്ട് വരില്ല. ആ കണ്ടീഷനാണ് ഇപ്പൊ ജീവന് കൊടുക്കുന്നത്. അത്രയും മോശമായ സ്റ്റേജിലാണ് ഇപ്പൊ നമ്മൾ കഴിയണേ. ഇതിപ്പോ ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ ഇവിടെ ആനയ്ക്കും പുലിക്കും പിന്നെ കരടിക്കും. ഇന്നലെ ഇപ്പൊ ഇതേ 9:30 എന്റെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് എന്റെ തുണക്കാരൻ വിളിക്കണ്ടേ. ഞാൻ അവിടെ അല്ലായിരുന്നു ഇന്നലെ. പുലി അല്ല കരടി മുറ്റത്തുണ്ട് ഷാജോട്ട പറഞ്ഞിട്ട് വിളിച്ച്. അപ്പോ ഈ കണ്ടീഷനിലാണ് പോണത്. ഇന്നലെ ഇവിടെ 2 ഡെത്തും. എങ്ങനെ പോയി മനുഷ്യന്മാരുടെ അവസ്ഥ എവിടെ എത്തും എന്ന് അറിയുന്നില്ല. ഈ ഇത്രയും മോശമായ സ്ഥിതിക്കാണ് ഇപ്പൊ നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റുകാർ വന്നിട്ട് ഒപ്പിട്ട് മേടിച്ച് കണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യന്റെ അടുത്ത് നിന്ന് ഒപ്പിട്ട് മേടിച്ച് അവർക്ക് 10 ലക്ഷം കൊടുത്തു. ഞങ്ങൾക്ക് ഒരു എന്ന് വെച്ചാ ഞങ്ങൾക്ക് അതിൽ ഇനിയൊരു ഇതുമില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നഷ്ടമായിട്ട് കിട്ടി. ഞങ്ങൾക്ക് ഇനി കേസും കൂട്ടം ഒന്നും ഇല്ല എന്നുള്ള രീതിക്കാണ് ചെയ്തിക്കണേ. ഇതുപോലെ തന്നെ അടുത്ത വീട്ടിലും ചെയ്തത്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ ഇവർക്കൊക്കെ ഒരു ഇതുണ്ടല്ലോ എന്ന് വെച്ചാൽ അവരെ ഡ്യൂട്ടിക്ക് അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ ഇതിനുള്ളത്. പക്ഷെ ഇതിന്റെ മേലേക്കുള്ളത് നമ്മളെ ഭരിക്കണവരും പിന്നെ നീതിപീഠങ്ങളും നമുക്ക് ഒന്നും തരുന്നില്ല. വോട്ടിട്ട് കൊടുക്കാനുള്ള അവകാശം മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. ബാക്കിയുള്ള സ്വാതന്ത്ര്യം മൊത്തം മൃഗങ്ങൾക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്.
ഇതിലും നല്ലത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ബ്രിട്ടീഷുകാരനെ മരിച്ചാൽ മതിയായിരുന്നു നമ്മളെ നാടെന്നാണ് തോന്നുന്നത്. എന്നാൽ ഇങ്ങനെ ചാവൂലല്ലോ. അത്രയും മോശമായിട്ടാണ് ഇപ്പം നമ്മൾ പോണത്. ഈ പോക്കുവാണെങ്കിൽ എവിടെ എത്തുമെന്നറിയില്ല. നമ്മളെ കുട്ടികൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അത്രേ പറയാനുള്ളൂ. എൻ്റെ പേര് ശോഭ. ഭയങ്കര കഷ്ടപ്പാട് എൻ്റെ ചേച്ചിക്ക് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ. ചേച്ചീൻ്റെ ഭർത്താവാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്. പുറത്ത് പോകാൻ, ഒരു ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റില്ല. കുട്ടികളുള്ളതാ, ചെറിയ മക്കളുള്ള വീടാണ്. ഒരു ഹോസ്പിറ്റലിൽ പോകാനൊന്നും ഇവിടെ പറ്റുന്ന കാര്യമല്ല ഒരു കാര്യത്തിനും. ഇന്നലെ ശരിക്കും എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നതെന്ന് അറിയാം? ഇന്നലെ വൈകുന്നേരം ഏട്ടൻ കടയിലേക്ക് പോയതാണ്. ഒരു 4-4:30 ആയപ്പോഴാണ് കടയിലേക്ക് പോയത്. നടന്നത് എപ്പോഴാന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. രാവിലെയാണ് ഇതിലെ ആൾക്കാർ പാല് വാങ്ങാനോ എന്തിനൊക്കെ പോകുമ്പോ അന്നേരമാണ് കാണുന്നത്. രാത്രി തന്നെ സംഭവിച്ചതാ. രാത്രി സംഭവിച്ചതാ. രാത്രി മൊത്തം അവിടെ കിടക്കുമായിരുന്നു. രാത്രി മൊത്തം അവിടെ കിടക്കുമായിരുന്നു. 6 മണി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. 6 മണി പകലും ഉണ്ടാകും. പകല് സമയങ്ങളിലും ആന ഉണ്ടാകുന്നുണ്ട്. പകലും പേടി തന്നെയാണ് ഇവിടെ നിക്കാൻ വേണ്ടിട്ട്. ഈ വീടിന്റെ ഇങ്ങോട്ടൊക്കെ വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. വീടിന്റേതാ ഇതിലെയാണ് ആന ഇറങ്ങി പോകുന്നത്. ഇതിലെല്ലാം ആന ഇറങ്ങി പോകും. അതുകൊണ്ട് അവര് വാഴ ഇച്ചിരി കൊലയ്ക്കാനൊന്നും സമ്മതിക്കില്ല. തിരിയാകുമ്പോ തന്നെ കണ്ടില്ല വാഴയെല്ലാം വെട്ടിയിരിക്കുന്നേ. ഈ വാഴയെല്ലാം വെട്ടിക്കളഞ്ഞതാ. കൊല ഉണ്ടായ അന്നേരം ആന വരുമെന്നും പറഞ്ഞ് പേടിച്ചിട്ട്. അതുപോലെ പ്ലാവിലെല്ലാം ചപ്പ് വെട്ടിക്കളി, ചക്ക വെട്ടിക്കളി. അവര് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സ്ഥലം തന്നെയാണ്. ഇത് ഇവരുടെ സ്ഥലമാണ്. പട്ടയമുള്ളതാ? പട്ടയില്ല. ഇല്ല. ആ ഒരു പേരിലാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പല അവകാശങ്ങളും ഇത് ഇല്ലാണ്ടായി പോകുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ അവകാശങ്ങൾ ഇല്ലാണ്ടായി പോകുന്നത്. ഏതായാലും ദേവർഷോലയിലെ ആ ഒരു പ്രദേശത്ത് 2 പേരെ കാട്ടാന കൊന്ന ആ പ്രദേശവും കണ്ടു. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ പോയി. ഇതാണ് കേട്ടോ ആക്ച്വലി നീൽഗിരീസ് ഡിസ്ട്രിക്റ്റിലെ പല പ്രദേശങ്ങളിലും നടക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലെയല്ല. സ്ഥിതി വളരെയധികം വ്യത്യസ്തമാണ്. കേരളത്തിൽ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നൊരു സ്ഥിതിയെങ്കിലും ഉണ്ട്. ഇവിടെ അതുമില്ല. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആളുകളെ അടിച്ചമർത്തി അവരുടെ വായ അടപ്പിച്ച് അവർക്ക് ഒന്നും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു നാട്ടിൽ ഉള്ളത് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന 2 പേര് മരിച്ചു കിടന്ന ആ പ്രദേശത്ത് വെച്ച് തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഞാനിവിടെ ആളുകളുടെ പ്രതികരണം എടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രതികരണം എടുക്കാൻ കുറേ നോക്കി. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ സാധാരണ നമ്മുടെ ചാനലിൽ കൂടെ ഇടുന്ന ഒരു രീതിയിലല്ലായിരുന്നു ഇവിടെ വീഡിയോ ചെയ്ത്. കാരണം ആളുകൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരിൽ അവർ കള്ളക്കേസ് ഇടും, പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകെ നടക്കാനേ സമയമുള്ളൂ, ഞങ്ങൾക്ക് ഇതിനൊന്നും പൈസയില്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകെ നടക്കാനുള്ള അറിവുമില്ല, ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളിത് അനുഭവിക്കുക അല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. വളരെ ഭീകരമായ ഒരു അവസ്ഥയാട്ടോ. ഇത്രയും വലിയൊരു മനുഷ്യാവകാശ ലംഘനം ഇനി നടക്കാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും സെക്ഷൻ 17 അവരിപ്പോൾ പറഞ്ഞ ആ ഒരു വകുപ്പ് ഉപയോഗിച്ച് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ റിസർവ് ഫോറസ്റ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്താണ് അവസ്ഥ എന്നുള്ളത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുതൽ ആ കാലഘട്ടം മുതൽ ഉള്ള അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അവർക്കൊന്നും പട്ടയം കൊടുക്കാത്തതുകൊണ്ടാണ് ഇത്തരം ആ ഒരു സെക്ഷനിലേക്ക് മാറ്റിയത്. കുറച്ച് ആളുകൾക്ക് പട്ടയമുണ്ട്, കുറച്ച് പേർക്ക് പട്ടയമില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആളുകളെല്ലാവരെയും ഇങ്ങനെ ഒഴിപ്പിച്ച് ഇവരെല്ലാം ഇങ്ങനെ കോളനി വൽക്കരിക്കാനുള്ള ഒരു പരിപാടിയാണെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. ഏതായാലും തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണെന്നൊരു സംശയം വേണ്ട. ഏതായാലും ഇതിനൊരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ട്രെഞ്ചോ ഫെൻസിങ്ങോ ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും എത്ര മനുഷ്യർ ഇവിടെ ബാക്കിയുണ്ടാവും എന്ന് പോലും പറയാൻ പറ്റില്ല കേട്ടോ. ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഈ ഒരു ജില്ലയിൽ മാത്രമാണ് ഇത്രയും മരണങ്ങളുണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ കേരളത്തിലെ മൊത്തം കണക്കാണ് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഒരു ജില്ലയിൽ തന്നെ ഇത്രയും പേര് മരിച്ചിരിക്കണം. അപ്പോൾ വലിയ ഭീകരമായ ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഈ നാട്ടുകാർ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് വിചാരിച്ചു. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.